ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നെന്താ, നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെമ്മീൻ എന്ന് പറയും, ഞങ്ങളിവിടെ ചെമ്മീൻ എന്ന് പറയും, തെക്കോട്ടൊക്കെ കൊഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതൊരു 1/2 കിലോളം കൊഞ്ചുണ്ട്. ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി തീയൽ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ തീയൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരും, നമുക്ക് പെട്ടെന്ന് കൊഞ്ച് തീയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി ചെറിയുള്ളി, 4 കഷ്ണമായിട്ട് മുറിച്ചത്, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് 5 എടുത്തത്. എരിവ് കുറവ് വേണ്ടവർ കുറച്ച് എടുത്താൽ മതി. പിന്നെ ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കുറച്ച് ഇവിടെ ഉലുവയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി നമ്മുടെ വളംപുളി, കുഴച്ച പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നമുക്കൊരു പാന് കത്തിക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചീൻചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു ചീൻചട്ടിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചീൻചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ഇളക്കി കൊടുക്കാം. നമ്മൾ ചെറിയ തീയിൽ വെക്കണം. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കറി നോക്കുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അധികം ഇട്ട് കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ മുറിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് മൂടി വേവിക്കാം. അത് നമുക്ക് അടുപ്പെടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ നമ്മുടെ തക്കാളി ഒന്ന് ചെറിയൊരു വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചെടുത്ത് ചെമ്മീനെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി കുറവും കൊഞ്ച് കൂടുതലായിരിക്കണം. ഉള്ളി കൂടുതലായി കഴിഞ്ഞാൽ ഒരു മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊഞ്ച് കൊടുത്തിട്ട് ഉള്ളിയുടെ അളവ് കുറച്ചും വേണം ചേർക്കാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരുന്നവരെ ഒന്ന് അടച്ച് മൂടി വേവിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ തീയൽ ഉണ്ടാക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിതാ ഒരു പിടിയോളം തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൊഞ്ചിനെയും കാട്ടി കുറച്ച് അളവ് കുറച്ചിട്ട് വേണം നമ്മൾ തേങ്ങ എടുക്കാൻ വേണ്ടി. അതിന് നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത തേങ്ങ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചീഞ്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഒരു 4 അല്ലി ചെറിയുള്ളി നീളത്തിലരിഞ്ഞിട്ട് പൊടിനകത്ത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഈ തേങ്ങ മൊത്തം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടുപ്പിലൊന്ന് വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ വളരെ കുറച്ച് തീ മാത്രമേ ഇടാൻ പാടുള്ളൂ. കത്തിക്കാൻ കണ്ടോ, ലോ ഫ്ലെയിമിൽ എത്തിച്ചിട്ട് വേണം ആക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ അരിഞ്ഞു പോവും. അപ്പോൾ വളരെ സ്ലോ ഇട്ടാൽ എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി പെരുംജീരകം, വലിയ ജീരകം അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ഇവിടെ ചതച്ച് വെച്ച കുരുമുളക് ഉണ്ടായതുകൊണ്ട് അതാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇത് തേങ്ങയുടെ കൂടെ നന്നായിട്ട് മൂത്ത് വരണം. ചെറിയ ജീരകമല്ല, നമ്മൾ പെരുംജീരകമാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണോളം ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഈ ചൂടിൽ തന്നെ നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ അത് നന്നായി യോജിച്ച് ഒന്ന് ചൂടായി കിട്ടുന്നു. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ തീർച്ച് ഇതാക്കണ്ട. അങ്ങനെ ആകുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പയിൽ എടുത്ത് മാറ്റിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ടോ ആ ചൂട് തന്നെ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇളക്കാതിരിക്കരുത്. അപ്പം ആ ചട്ടിയുടെ ചൂടിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങയും പൊടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിക്കുന്ന ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. നമുക്ക് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് അരപ്പെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച് വേവട്ടെ. നമുക്ക് അടപ്പെടുത്ത് നോക്കാം ഗൈസ്. ഇതാ നമ്മുടെ കറി ഇത് തിളച്ചോ വരുന്നു. അങ്ങനെ നമ്മൾ അരിപൊടിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നു. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ കൊഞ്ച് തീരണ്ട, കൊഞ്ച് കണ്ട കടന്ന് തുള്ളി കളിക്കുന്നതിനകത്ത്. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീല അടിപൊളി ടേസ്റ്റിൽ കൊഞ്ച് തീല റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, സി യു, ടാറ്റാ, ബൈ.